അത് ആര് നഷ്ടം നിൽക്കും? ഞാൻ ഈ ഹോട്ടലിൽ ചെലവാക്കിയിട്ടില്ലേ? ഈ ഹോട്ടലിനോ അവിടെ ചെലവാക്കിയത് പാത്രം വാങ്ങാൻ വേണ്ടി കുമ്പളങ്ങാടുണ്ട്, ഇപ്പുറത്തുണ്ട്, ഓട്ടുപാറയുണ്ട്. കുമ്പളങ്ങാടല്ല, നമ്മുടെ ആലൂരുണ്ട്, ഓട്ടുപാറയിലുണ്ട്. നിങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കല്ലേ. ഇവിടെ കൃത്യമായിട്ടുള്ള കണക്ക് വെച്ച് തന്നെയാണ് കാശ് പാസ്സാക്കിയിട്ടുള്ളത്. മനസ്സിലായ? ജനകീയ ഹോട്ടൽ തുടങ്ങിയില്ല. അവിടെ ഡ്രെയിനേജ് വെള്ളം താഴില്ല. അതുകൊണ്ടാ ഇത് വിഷയം വേറെ ഒന്നുമില്ല. വിഷയം നിങ്ങൾക്ക് വിഷയമാവും. ഇവിടെ ഒരു വിഷയവും ഇല്ല. ഇത് 5 മുറിയാക്കി ചെയ്യണോ, ഒരു മുറിയാക്കി ചെയ്യണോ എന്നുള്ളതാണ്. പിന്നെന്താ ജനകീയ വിഷയത്തിന് പാത്രം വാങ്ങിയിട്ടുണ്ട്. ജനകീയ ഹോട്ടല് മറ്റേ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് റൂം മാറ്റിയിട്ടുള്ളൂ, റൂം മറ്റേ മതിൽ പൊളിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ചെലവാക്കിണ്ട്. ഇത് പൊളിക്കാൻ കാശ് ചെലവാവില്ലേ, എലക്ട്രിഫിക്കേഷൻ കാശ് ചെലവാവില്ലേ. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? അവിടെ അതിന് ശേഷം ഡ്രൈനേജ് നോക്കിയപ്പോ താഴേക്ക് വെള്ളം, അത് നടന്നു ആലോചിക്കണ്ടേ, ബുദ്ധിപരമായിട്ട് നോക്കണം. അതൊക്കെ ഒരുമിച്ചില്ല നോക്കിയേ. ഞങ്ങൾ കുറച്ച് ബുദ്ധി കുറവാന്നേ, ബുദ്ധി ആച്ചാമാരാണല്ലോ ഞങ്ങള്. അങ്ങനെ വർത്താനം പറയല്ലേ, ലേലം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും. ഇത് വലിയ വിഷയമാണെന്ന് ഞങ്ങൾ പറയണ്ടെന്ന്. എങ്ങനെ വലിയ വിഷയമാണ്? ലേലം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ജനകീയ ഹോട്ടൽ 2 എണ്ണം തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. 2 എണ്ണം തുടങ്ങിയിട്ടുണ്ട്. അവിടെ നല്ലോണം പോലെ ഇപ്പൊ നടക്കുകയാണ്. അവിടെ പാത്രം സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എവിടെ പാത്രം മേടിച്ചോണേ? എവിടെ പാത്രം മേടിച്ചോണേ? നിങ്ങൾ എന്തൊട്ട് വർത്താനം പറയണത്? ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ നുണപ്രചരണം നടത്താനും മിടുക്കലാണ് നിങ്ങള്. തെറ്റിദ്ധാരണ ഉണ്ടാക്കല്ലേ, തെറ്റിദ്ധാരണ ഉണ്ടാക്കല്ലേ. അവിടെ പാത്രം മേടിക്കാൻ ചെലവാക്കിയിട്ടില്ല. ഞാൻ മറ്റേ പാത്രം മേടിച്ചോ, അത് മേടിച്ചോ. എനിക്ക് ഈ ഹോട്ടലിന്റെ ബിൽഡിംഗ് പണിയത് നീ എന്തുണ്ടാന്നൊക്കെ പറയണേ? സണ്ണി മെമ്പർ എന്താന്നൊക്കെ പറയണേ? എന്തെങ്കിലും അറിയണ്ട, എന്തെങ്കിലും അറിയണ്ട, എന്തെങ്കിലും അറിയേണ്ടതിനെ കുറിച്ച് പിന്നെ എന്താ പറയാള് പറയും. ഞാൻ ചോദിക്കുന്നത് ജനകീയ ഹോട്ടലിൽ ഈ സംഭവത്തിന് വേണ്ടി 5 റൂമാക്കി മാറ്റി. ഒരു റൂമിനെ 5 റൂമിനെ ഒരു റൂമാക്കി മാറ്റി. അതിന് ചെലവ് ചെയ്തിട്ടുണ്ടല്ലോ. അത് ആര് ചെലവ് ചെയ്തു? മുനിസിപ്പാലിറ്റി ചെയ്തു. പിന്നെ ആ ഹോട്ടലുമായി ബന്ധപ്പെട്ട് ഹോട്ടലിന്റെ പ്രവർത്തനത്തിന് ആരംഭിക്കുന്നതിന് വേണ്ടി വേറെ വല്ല പൈസകൾ ചെലവാക്കിയിട്ടുണ്ടോ? ഒരു പൈസ ചെലവാക്കിയിട്ടില്ല. അത് വ്യക്തമാണ്. ഓക്കെ, അപ്പൊ ലേലം ചെയ്ത് അത് ഒറ്റയ്ക്ക് റൂമാക്കി തിരിക്കണം. പക്ഷെ അതിൽ എന്തെങ്കിലും ചെലവുണ്ടെന്നുള്ള ഒരു ധാരണ ഞങ്ങളുടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ അതിന്റെ ഒരു വിയോജനം തരുന്നത്. ലേലം വിളിക്കുന്നത് റൂം സർക്കാർ നമ്മൾ നഗരസഭയ്ക്ക് ആ ചെലവ് ആരോട് ചോദിച്ച് തോന്നിവാസം ചെയ്തുകൊണ്ടല്ല ചെലവ് വന്നത്. ചെലവല്ലേ അതിന്റെ വിയോജനം. നഗരസഭ അവിടെ മറ്റേ ജനകീയ ഹോട്ടലിന് വേണ്ടി തീരുമാനിച്ചു. അവിടെ പ്രവർത്തനം ആരംഭിച്ചു. നോക്കിയപ്പോ അവിടെ ഡ്രെയിനേജ് ഇല്ല, വെള്ളം താഴാൻ സാധ്യതയില്ല. അത് മനസ്സിലാക്കിയിട്ട് വീണ്ടും നമ്മൾ ലേലത്തിന് വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ പണ്ട് ഞാൻ എത്ര വയസ്സിൽ മരിക്കും, അതുകൊണ്ട് അത്ര കാലം ജീവിക്കേണ്ട, എപ്പൊ തന്നെ മരിക്കാന്നുള്ള നിലപാട് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയല്ലേ നിങ്ങൾ പറയണേ? നിങ്ങളെ വിയോജന എഴുതിക്കോന്ന്. നിങ്ങൾ നേടിയാവാൻ വേണ്ടി ഏതെങ്കിലും കാര്യത്തിന് അനുകൂലമായിട്ട് നിന്നുണ്ടോ?